السلام عليكم ورحمة الله. إن الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اعلم هديت أنه جاء الخبر عن النبي المقتفى خير البشر بأن ذي الأمة سوف تفترق 70 اعتقادا والمحق ما كان في نهج النبي المصطفى وصحبه من غير زيع وجفا. ഏറ്റവും ബഹുമാന്യരായ പണ്ഡിതന്മാരെ, മഹത്തായ ജാമിഅ നദവിയ്യയുടെ സാരഥികളെ, 2 ദിനങ്ങളിലായി നടന്നുവരുന്ന മഹത്തായ ഈ ദഅവാ സമ്മേളനത്തിൻ്റെ സമാപന സമയത്ത് ക്ഷമയോടെ ഈ മഹത്തായ സദസ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട കാരണവന്മാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്വാനവും പരിശ്രമവും അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന സ്വാലിഹായ ഒരമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ചുറ്റുപാടുകൾ ഓരോ ദിനരാത്രങ്ങൾ കഴിയും തോറും ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും അതിനെ സംബന്ധിച്ച് പൊതുവിൽ പറയപ്പെടാറുള്ളത് കാലം ദുഷിക്കുന്നു എന്നാണ്. ദുഷിച്ച കാലഘട്ടത്തിൽ ആ ദുഷിപ്പിനൊപ്പം നമ്മളും ചേർന്നു പോകുന്ന ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ആളുകളുടെ ഈ പൊതുധാരണയെ വിമർശിച്ചുകൊണ്ട് ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ കാലത്തെയാണ് പഴിച്ചുകൊണ്ടിരിക്കുന്നത്. നഈബു സമാനനാ വൽഈബു ഫീനാ വമാ ലി സമാനിനാ ഐബുൻ സിവാനാ. കാലം ദുഷിച്ചു എന്നാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ദുഷിച്ചത് കാലമല്ല, കാലത്തിനൊരു കേടും സംഭവിച്ചിട്ടില്ല. വമാ ലി സമാനിനാ ഐബുൻ സിവാനാ. യഥാർത്ഥത്തിൽ നമ്മെ മാറ്റി നിർത്തിയാൽ, മാനവ സമൂഹത്തെ, മനുഷ്യകുലത്തെ മാറ്റി നിർത്തിയാൽ കാലത്തിന് ഒരു കുറവും ഒരു പോരായ്മയും സംഭവിച്ചിട്ടില്ല. എല്ലാ കുറവും സംഭവിച്ചത് മനുഷ്യർക്കാണ്. എല്ലാ പോരായ്മകളും സംഭവിച്ചത് മനുഷ്യർക്കാണ്. വനഹ്ജു സമാന ബിഗൈരി ദംബിൻ വലൗ നതക സമാനു ലനാ ഹജാനാ. ഒരു തെറ്റും ചെയ്യാതെ കാലത്ത് നാം പഴിക്കുമ്പോൾ കാലത്തിന് സംസാരിക്കുവാൻ ഒരു അവസരം കൊടുക്കുമായിരുന്നെങ്കിൽ കാലം നമ്മെ പഴിക്കുമായിരുന്നു. അപ്പോൾ ലോകത്ത് മനുഷ്യകുലത്തിൽ ഏറ്റവും മോശമായ സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ദുഷിച്ച കാലം എന്ന് പറഞ്ഞുകൊണ്ടതിന് കാലത്തിൻ്റെ മേലെല്ലാം ഏൽപ്പിച്ചു കൊടുത്തൊഴിഞ്ഞു മാറാതെ എല്ലാ ദുഷിപ്പുകളെയും അറിവുകൊണ്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചെറുത്തുനിൽപ്പ് എന്ന് പറയുമ്പോൾ, പ്രതിരോധം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ
എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മയും ഈ സമൂഹത്തെയും കൃത്യമായി വകഞ്ഞു മാറ്റി വൃത്തിയുള്ളിടത്തവരെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. ബലദു ത്വയ്യിബ്, നല്ല നാട്, നല്ല വിളവുള്ള പ്രദേശം, നല്ല മനുഷ്യർ ജീവിക്കുന്ന ഇടം, ആ ഇടത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലകളിൽ പ്രവാചകന്മാരെ പറഞ്ഞു വിടുമ്പോൾ, അമ്പിയാക്കളെ പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ ഉദ്ദേശ്യമായി അല്ലാഹു കൃത്യമായി പറഞ്ഞത് നേരിൻ്റെ വഴിയിലേക്ക് മനുഷ്യരെ നയിക്കുക എന്നതാണ്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കാരണം യാസീൻ എന്ന് പറയുന്ന പ്രയോഗം അത് വിശദീകരിച്ചുകൊണ്ട് ഉലമാ പല ചർച്ചകളും നടത്തുമ്പോൾ അതിൽ ചില പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചത് പ്രവാചകനോടുള്ള വിളിയാണ്, പ്രവാചകന്റെ നാമമാണ് എന്ന് പറഞ്ഞ ഉലമാഇനെ കാണാം. ത്വാഹ എന്ന് വിളിച്ച വിളിയെ സൂചിപ്പിച്ചുകൊണ്ടും അങ്ങനെ പറയുന്നത് കാണാം. കാരണം അതിനുശേഷം പറയുന്ന വാചകങ്ങൾ, അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരെ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്, പ്രവാചകന് ഖിതാബ് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു യാസീൻ എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് നബിക്കുള്ള ഒരു പേരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് ശേഷം അല്ലാഹു പറയുന്നു ഇന്നക ലമിനൽ മുർസലീൻ, മുഹമ്മദ് നബിയെ താങ്കൾ മുർസലീങ്ങളിൽ പെട്ടയാളാണ്, പ്രവാചകന്മാരിൽ പെട്ടയാളാണ്, താങ്കൾ മുർസലീങ്ങളിൽ പെട്ടയാളാണ് എന്നുള്ളതിന് ഖുർആനാണ് സാക്ഷ്യം, ഖുർആനാണ് തെളിവ്. ഖുർആൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അല്ലാഹു പറയുന്നത് വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. ഖുർആനാണ് നബിയെ സാക്ഷിയായിട്ടുള്ളത്, അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണ്. എന്തിനാണ് ആ പ്രവാചകൻ? ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം, നേരിൻ്റെ വഴിയിലൂടെ മനുഷ്യ സമൂഹത്തെ നയിക്കാനാണ്. സിറാത്തുൽ മുസ്തഖീമിലൂടെ മാനവ സമൂഹത്തെ നയിച്ചു കൊണ്ടുപോകലാണ് അങ്ങയുടെ നിയോഗത്തിൻ്റെ പിന്നിലുള്ള ദൗത്യമെന്ന് പറയുമ്പോൾ നേരിൻ്റെ വഴിയിലേക്ക് മാനവ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കണം. ഏതു ഘട്ടത്തിലും ഏതൊരു സാഹചര്യത്തിലും അങ്ങനെയായിരിക്കണം. അതുകൊണ്ടാണ് നിർബന്ധമായും മുഅ്മിനായ ഒരു മനുഷ്യൻ അവൻ ദുആ ചെയ്യുന്നത് റബ്ബിനോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നിർബന്ധമായ പ്രാർത്ഥന, ഏതൊരു മുഅ്മിനും നിർബന്ധമായി നടത്തേണ്ട പ്രാർത്ഥന. ആ പ്രാർത്ഥന ഫർളാണ്, നിർബന്ധമായ ദുആയാണ്. അല്ലാഹുമായി ഏതു ഘട്ടത്തിൽ മുനാജാത്ത് നടത്തുന്നുവോ ആ ഘട്ടങ്ങളിലെല്ലാം നിർബന്ധമായും നടത്തേണ്ട ദുആയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ നേരിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കണേ, നേരായ വഴിയിലൂടെ എന്നെ നയിക്കണേ. ആ നേരിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എൻ്റെ ഗവേഷണം കൊണ്ട് ഞാനിനി പുതുതായി കണ്ടെത്തുന്ന വഴികളല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നദീതടത്തിൽ പുതുതായി രൂപപ്പെടുന്ന സിദ്ധാന്തങ്ങളല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറികളിൽ വർഷങ്ങളോളം അടച്ചിരുന്നു കൊണ്ട് പുതുതായി എഴുതി ഉണ്ടാക്കുന്ന മാനിഫെസ്റ്റോകളല്ല. നേരെ മറിച്ച് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ നടന്നവർ കഴിഞ്ഞുപോയി, അവർ ലോകത്ത് നടന്നുപോയി. അവരാരാണെന്ന് കൂടി ഖുർആൻ പറഞ്ഞു. മറ്റാരുമല്ല മിനൻ നബിയീൻ വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നബിമാരുടെ വഴിയാണ്, സിദ്ദീഖുകളുടെ വഴിയാണ്, ശുഹദാക്കളുടെ വഴിയാണ്, സ്വാലിഹുകളുടെ വഴിയാണ്, നമുക്ക് മുന്നേ നടന്നുപോയവരുടെ വഴിയാണ്. ആ വഴിയുടെ പേരാണ് അതേ സലഫിൻ്റെ വഴി എന്നുള്ളത്, മൻഹജു സലഫ് എന്നുള്ളത്, സലഫിൻ്റെ മാർഗമെന്നുള്ളത്. ആ കൃത്യമായ വഴിയെ തേടി പിടിക്കലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേടുന്ന അറിവുകളിൽ ഏറ്റവും വലിയ അറിവ്. ആ മാർഗത്തെ, ആ നഹ്ജിനെ മനസ്സിലാക്കലാണ്, അവ്യക്തതയില്ലാതെ വ്യക്തമായി മനസ്സിലാക്കലാണ് നാം നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം. മകാന ഫീ നഹ്ജിൻ നബിയിൽ മുസ്തഫ വസ്വഹ്ബിഹി മിൻ ഗൈരി സൈഇൻ വജഫാ. ലോകത്ത് തുല്യതയില്ലാത്ത വിധം ലോക സമൂഹത്തിന് മാതൃകയായി കടന്നുപോയ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഹ്ജ് ഏതൊരു സമൂഹത്തിൻ്റെ മുന്നിലും ഏറ്റവും നല്ല നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന,
വെല്ലുവിളിച്ചുകൊണ്ട് ലോക സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ മാർഗം ഉസ്വത്തുൻ ഹസന എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഉന്നതമായ വഴി. ലോകത്തിന്റെ മുന്നിൽ ആ പ്രവാചകനെ നമുക്ക് എടുത്തു വെക്കാം, റസൂലുള്ളാഹി എടുത്തു വെക്കാം. ഏത് അളവുകോല് കൊണ്ട് അളന്നു നോക്കുവാനും എത്ര വലിയ പ്രഗത്ഭനായ വ്യക്തിത്വമാണെങ്കിൽ പോലും അവരുടെ മുന്നിലേക്ക് എടുത്തു വെക്കാം ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. കാരണം അത് അവ്യക്തതയില്ലാത്ത ഏറ്റവും തെളിഞ്ഞ മാർഗമാണ്. മഹജ്ജത്തുൽ ബൈളാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വഴിയാണ്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പോലും പകൽ പോലെ പ്രകാശപൂരിതമാണെന്നാണ് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ ഇരുളില്ല, അവ്യക്തതകളില്ല, കാണാൻ കഴിയാത്ത അവസ്ഥയില്ല. നേരെ മറിച്ച് അത് കൃത്യമായ മഹജ്ജത്തുൽ ബൈളാ, തെളിമയാർന്ന വഴിയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ പഠിക്കാൻ വന്നവർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചിറങ്ങിയവർ, അന്വേഷിച്ചു എന്ന് മാത്രമല്ല, ലോകത്ത് ജീവിച്ചു കഴിഞ്ഞു പോയ ലോകോത്തര പ്രതിഭകളുമായി പ്രവാചകനെ കമ്പയർ ചെയ്ത ആളുകൾ. മനസ്സിലാക്കണം, ലോകത്ത് കഴിഞ്ഞു പോയവർ, ചരിത്രം സൃഷ്ടിച്ചവർ, രാഷ്ട്രീയ രംഗത്ത് മികവ് കാട്ടിയവർ, ആത്മീയ രംഗത്ത് അവരുടേതായ ഇടപെടലുകൾ നടത്തിയവർ, അത്തരം ആളുകളുമായി കമ്പയർ ചെയ്തുകൊണ്ട് പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചുവല്ലോ, മനസ്സിലാക്കിയല്ലോ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിറങ്ങിയ പുസ്തകമാണ് മൈക്കൽ എച്ച് ഹാർട്ടിൻ്റെ ദ 100 എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം അതിൻ്റെ ഉദ്ദേശം തന്നെ അതിൻ്റെ പുറംചട്ടയിൽ രേഖപ്പെടുത്തിയത് റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി. ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയ 100 ആളുകളെ റാങ്കിങ് ചെയ്യുമ്പോൾ, 100 ആളുകളെ റാങ്കിങ് ചെയ്യുമ്പോൾ, അവർക്ക് റാങ്ക് കൊടുക്കുമ്പോൾ, അവരുടെ ഇടപെടലിന് മാർക്ക് കൊടുക്കുമ്പോൾ, ആ മാർക്ക് കൊടുത്ത ആളുകൾ പ്രഗത്ഭരായിരുന്നു. 100 പേരും പ്രഗത്ഭരായിരുന്നു, അറിയപ്പെടാത്തവരല്ല. അവിടെ ഒരുപാട് ആളുകൾ വന്നു. പ്ലാറ്റോയെ പോലെയുള്ള ആളുകൾ, അവർക്ക് കിട്ടിയ റാങ്ക് 40 അലക്സാണ്ടർ ദ ഗ്രേറ്റ് കേവലം 33-34 കൊല്ലം കൊണ്ട് ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന് റാങ്ക് കിട്ടി. 33ാമത്തെ റാങ്കാണ് ലഭിച്ചത്. മാത്രമല്ല, ശാസ്ത്രരംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, ആ ആൽബർട്ട് ഐൻസ്റ്റീന് കിട്ടിയത് 10ാം റാങ്കാണ്. മാത്രമല്ല, ബുദ്ധനെ അവിടെ റാങ്ക് ചെയ്തു, ബുദ്ധനെ കുറിച്ച് പഠിച്ചു, അദ്ദേഹത്തിന് കിട്ടിയത് 4ാം റാങ്കാണ്. മൈക്കൽ എച്ച് ഹാർട്ട് ഒരു ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനിയായ മൈക്കൽ എച്ച് ഹാർട്ട്, അദ്ദേഹം ദൈവപുത്രനായി വിശ്വസിക്കുന്ന ജീസസിന് കിട്ടിയത് 3ാം റാങ്കാണ്. മാത്രമല്ല, നമുക്കറിയാം, ലോകത്ത് ഇതിഹാസം രചിച്ച ഐസക് ന്യൂട്ടന് കിട്ടിയത് 2ാം റാങ്കാണ്. നേരെ മറിച്ച് ഈ പ്രതിഭാധരനായ 100ഓളം ആളുകളെ വെച്ചുകൊണ്ട് അതിൽ 1ാം റാങ്ക് ആർക്ക് കൊടുക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം കാണാൻ മൈക്കൽ എച്ച് ഹാർട്ടിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. അദ്ദേഹം പറഞ്ഞു, 1ാം റാങ്കിന് അർഹനുണ്ടെങ്കിൽ, 1ാം റാങ്ക് കൊടുക്കുമെങ്കിൽ ആ 1ാം റാങ്ക് കൊടുക്കുന്നത് ലോകത്തെ നയിച്ച, മാനവ സമൂഹത്തെ നയിച്ചു കൊണ്ടുപോയ ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. കാരണം വെച്ചാൽ അതിനെ അതിജയിക്കാനൊരു മനുഷ്യനില്ല, അതിനെ അതിജയിക്കാനൊരു വ്യക്തിയില്ല, അതിനെ അതിജയിക്കാനൊരു പ്രതിഭയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം വളരെ കൃത്യമായി ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ ഞാൻ 1ാം റാങ്കിലേക്ക് ഉയർത്തി വെക്കുന്നുവെന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം. ചില ആളുകൾക്ക് അതൊരു സർപ്രൈസായിട്ട്, ഒരു അത്ഭുതമായി തോന്നിയേക്കാം. ചില ആളുകളെങ്കിലും ചോദിച്ചേക്കാം, എന്തുകൊണ്ട് മുഹമ്മദ് എന്ന് എൻ്റെ വായനക്കാരിൽ ചിലരെങ്കിലും ചോദിച്ചേക്കാം. അതിന് അദ്ദേഹം അഡ്വാൻസായി തന്നെ പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് മുഹമ്മദ് നബിയെ 1ാം റാങ്കിലേക്ക് ഉയർത്തുന്നു എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ബട്ട് ഹി വാസ് ദ ഓൺലി മാൻ ഇൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് ദ റിലീജിയൻ ആൻഡ് സെക്കുലർ ലെവൽ. മതരംഗത്തും മതേതര രംഗത്തും ഒരുപോലെ ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വം ലോകത്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളയാണ്. ഐസക് ന്യൂട്ടൻ ഉണ്ട്, പക്ഷേ അദ്ദേഹം ശാസ്ത്രരംഗത്താണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്, അദ്ദേഹം ശാസ്ത്രരംഗത്താണ്. അതുപോലെ തന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഉണ്ട്, രാഷ്ട്രീയ രംഗത്താണ്. അങ്ങനെ ഒരുപാട് പ്രതിഭാധനരായ മനുഷ്യർ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്. യേശു കടന്നുപോയി, മതരംഗത്താണ്, ആത്മീയ രംഗത്താണ്. എന്നാൽ ചരിത്രത്തിൽ 2 രംഗത്തും, മതരംഗത്തും മതേതര രംഗത്തും ഒരുപോലെ തൻ്റെ ജീവിതത്തെ സക്സസ് ആക്കിയ
മാത്രമല്ല ലോകത്തിന് മാതൃകയായി ജീവിച്ച് കടന്നുപോയ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ മുഹമ്മദ് നബിയുടെ നഹ്ജ്, ആ പ്രവാചകന്റെ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുന്നിൽ സ്പഷ്ടമായി സമർപ്പിച്ചു. ആ പ്രവാചകന്റെ ചുറ്റും സഹാബത്തിനെ അണിനിരത്തിക്കൊണ്ട്. ഇസ്ലാം ഒരിക്കലും ഉട്ടോപ്പിയല്ല, വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഉട്ടോപ്പിയല്ല. നേരെ മറിച്ച് ലോകത്തത് നടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിലൂടെ പ്രതിഫലിപ്പിച്ചു. പല ആളുകളും ലോകത്ത് കടന്നു വന്നു, പല പ്രത്യയ ശാസ്ത്രങ്ങളും കടന്നു വന്നു, കമ്മ്യൂണിസം കടന്നു വന്നു, അതുപോലെ തന്നെ സോഷ്യലിസം കടന്നു വന്നു. അങ്ങനെ തുടങ്ങി നിരവധി അനവധി പ്രത്യയശാസ്ത്രങ്ങൾ കടന്നു വന്നു. പലതും ലോകത്ത് പുറംതള്ളപ്പെട്ടു, ഒരിക്കലും അപ്ഡേറ്റ് ആകാൻ കഴിയാതെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ആ സന്ദർഭത്തിൽ ചില ആളുകൾ രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ക്യാപിറ്റലിസം പരാജയപ്പെട്ടെടുത്ത്, കമ്മ്യൂണിസം പരാജയപ്പെട്ടെടുത്ത് ഇനി ഇസ്ലാമിനെ ഒന്ന് പരീക്ഷിക്കൂ എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം ലോകത്ത് പരീക്ഷിക്കപ്പെടേണ്ടതൊന്നല്ല. കാരണം അത് പരീക്ഷിച്ച് ഒരു സമൂഹത്തിൽ പ്രതിഫലിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഉത്തമരായ സമൂഹം, ആ സമൂഹത്തെ മോഡലായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത്. പ്രവാചകന്റെ സ്വഹാബ, മുഹമ്മദ് നബിയുടെ സ്വഹാബ, അവരാണ് നമ്മുടെ മുൻഗാമികൾ, സലഫു സ്വാലിഹുകൾ. ആ സ്വഹാബത്തിനെ സംശയിപ്പിക്കുന്ന ആളുകൾ നമുക്കിടയിലേക്ക് കടന്നു വരികയാണ്. പല പേരുകളിൽ, മോഡേണിസത്തിൻ്റെ പേരിൽ, സൂഫിസത്തിൻ്റെ പേരിൽ, തരീഖത്തുകളുടെ പേരിൽ ആ സ്വഹാബത്തിനെ സംശയിപ്പിക്കുന്ന ആളുകൾ മെല്ലെ മെല്ലെ കടന്നു വരികയാണ്. അവർ ക്യാമ്പയിൻ ചെയ്യുകയാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണ്. സ്വഹാബത്ത് കൊള്ളരുതാത്തവരാണ്, അവരെ എങ്ങനെ മാതൃകയാക്കും എന്ന രൂപത്തിൽ സ്വഹാബത്തിനെ സംശയിപ്പിക്കുന്ന പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരുടെ സാക്ഷ്യമാണോ നിങ്ങൾക്ക് വേണ്ടത്? ഖുൽ അയ്യു ശൈഇൻ അക്ബറു ഷഹാദ. ആരുടെ സാക്ഷ്യമാണ് നിങ്ങൾക്ക് വേണ്ടത്? ഏറ്റവും വലിയ ഷഹാദത്ത് ആരുടെ ഷഹാദത്താണ്? ഏറ്റവും വലിയ സാക്ഷ്യം ആരുടെ സാക്ഷ്യമാണെന്ന് ഖുർആൻ ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു മറുപടി പറഞ്ഞു, ഖുലില്ലാഹ് ഖുലില്ലാഹ്. അള്ളാഹുവിൻ്റെ സാക്ഷ്യമാണ് അക്ബറായ ഷഹാദ, അക്ബറായ സാക്ഷ്യം. അതിനപ്പുറം ഒരു സാക്ഷ്യം വേണ്ട, അതിനപ്പുറം ഒരു സാക്ഷിയെ വേണ്ട. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സ്വഹാബത്തിന് സാക്ഷി നിന്നത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വല്ലദീന ആമനു വഹാജറു വജാഹദു ഫീ സബീലില്ലാഹി വല്ലദീന ആവവ വനസറു ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. ഹിജ്റ പോയ മനുഷ്യർ, ഈമാനോടെ ജീവിച്ചവർ, വജാഹദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ, വല്ലദീന ആവൗ വനസറു, മദീനയിൽ അവരെ സഹായിച്ചവർ, അവർക്ക് അഭയം കൊടുത്തവർ, അങ്ങനെ മുഹാജിറുകളും അൻസാറുകളുമായ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്, അവരെക്കുറിച്ച് ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷി പറഞ്ഞത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. ഒരു സംശയവും വേണ്ട, അവരാണടോ മുഅ്മിനുകൾ, അവരാണടോ വിശ്വാസികൾ, അവരാണടോ ഈമാനുള്ളവർ. ലഹും മഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. അവർക്ക് തീർച്ചയായും സ്വർഗമുണ്ട്, തീർച്ചയായും സ്വർഗമുണ്ട്. അതിനപ്പുറം ഒരു സാക്ഷിയുടെ ആവശ്യമില്ല, മുടി നീട്ടി വളർത്തിയ ഒരു മുസ്ലിയാരുടെ സാക്ഷ്യം ആവശ്യമില്ല, ഒരു മോഡേണിസ്റ്റിൻ്റെയും സാക്ഷ്യം ആവശ്യമില്ല. കാരണം നബിക്കും സ്വഹാബത്തിനും സാക്ഷി പറഞ്ഞത് അവർ ജനിക്കുന്നതിന് മുമ്പ് ലോകത്ത് കഴിഞ്ഞുപോയ മഹാത്മാക്കളാണ്. അവർ ജനിക്കുന്നതിന് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയവരാണ്. മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കൾ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ കടന്നു വരവിന് മുമ്പ് തന്നെ ജീവിച്ചു പോയ അമ്പിയാക്കൾ, അവരാണ് മുഹമ്മദ് നബിക്കും സഹാബത്തിനും സാക്ഷി നിന്നത്. അള്ളാഹു കഴിഞ്ഞാൽ ഉത്തമരിൽ ഉത്തമരായ അമ്പിയാക്കളാണ് സാക്ഷി പറഞ്ഞത്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി മാത്രമല്ല, വല്ലദീന മഅഹു, വല്ലദീന മഅഹു, ആ പ്രവാചകനോടൊപ്പമുള്ളവർ, പ്രവാചകന്റെ കൂടെ ജീവിച്ചവർ, മുഹമ്മദ് റസൂലുള്ളാഹിയോട് ഒട്ടിച്ചേർന്ന ആളുകൾ, വല്ലദീന മഅഹു, പ്രവാചകനോടൊപ്പമുള്ള ആളുകൾ. അവരെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. ആരാണവരെന്നറിയുമോ? ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് അവരെക്കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. ലോകത്ത് കഴിഞ്ഞു പോയ അമ്പിയാക്കൾ അവരെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതേ ഉപമകൾ അവരെക്കുറിച്ച് വിശദീകരിക്കപ്പെട്ടിരുന്നു. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാനാ. മുഹമ്മദ് നബിയെയും പ്രവാചകന്റെ കൂടെയുള്ള സ്വഹാബത്തിനെയും നിനക്ക് കാണാം, അള്ളാഹുവിനെ വിനയപ്പെട്ടുകൊണ്ട് റുക്കൂ ചെയ്യുന്നവരായി,
മാത്രമല്ല അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നവരായി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുനിയാമോഹികളല്ല, ദുനിയാവിൻ്റെ പിന്നാലെ പാഞ്ഞവരല്ല, അള്ളാഹനെ മറന്ന് ജീവിച്ചവരല്ല, ഈ ദുനിയാവ് കണ്ടപ്പോൾ മതി മറന്നുകൊണ്ട് അഹങ്കാരത്തിൻ്റെ മേച്ചിൽ പുറങ്ങൾ തേടിപ്പോയവരല്ല. നേരെ മറിച്ച് യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, നിസ്വാർത്ഥമായി ഇഖ്ലാസോടെ അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊതിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കൊതിച്ച് ജീവിച്ചവരാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, അവരുടെ സുജൂദിൻ്റെ ഭാഗത്ത് അതിൻ്റെ അടയാളം നിങ്ങൾക്ക് അത് അവരുടെ മുഖത്ത് കാണാൻ കഴിയുന്ന രൂപത്തിൽ സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, സുജൂദിൻ്റെ അടയാളം അവരുടെ മുഖത്ത് പ്രകടമാകുന്ന രൂപത്തിലാണ്. ദാലിക മസലുഹും ഫി തൗറാത്ത്, തൗറാത്തിൽ അവരെ കുറിച്ച് പറയപ്പെട്ട ഉപമ, തൗറാത്തിൽ അവരെ കുറിച്ച് പറയപ്പെട്ട ഉപമ എന്ന് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നതിന് മുമ്പ് ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ബിൻ അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും അവിടെ നിങ്ങോട്ടുള്ള സ്വഹാബ, ആ സ്വഹാബ ജനിക്കുന്നതിന് മുമ്പ് ആ സ്വഹാബത്തിന്റെ അടയാളം എന്താണെന്ന് തൗറാത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ സമൂഹത്തിനിടയിൽ നടന്നുകൊണ്ട് പറയുകയാണ്. മൂസാ നബി തൗറാത്തിലൂടെ മാത്രമല്ല വമസലുഹും ഫിൽ ഇൻജീൽ, മുഹമ്മദുർ റസൂലുള്ളാഹി കടന്നു വരുന്നതിന് 500 കൊല്ലം മുമ്പ്, 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതേ ആ അത്തി പൂത്തുലയുന്ന ജൈത്തൂൻ പൂത്തുലയുന്ന ഫലസ്തീൻ്റെ മണ്ണിൽ ഇടവഴികൾ നടന്നുകൊണ്ട് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിനെ കുറിച്ച്. കസറൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലദ ഫസ്തവ അലാ സൂഖിഹി യുഅജിബു സുറാ. മുഹമ്മദ് നബിയുടെ ഉപമ നിങ്ങൾക്കറിയുമോ കൂട്ടരെ? മുഹമ്മദ് നബിയുടെ കൂടെയുള്ള സ്വഹാബത്തിൻ്റെ ആ പ്രത്യേകത നിങ്ങൾക്കറിയുമോ കൂട്ടരെ? അതൊരു നാമ്പ് പോലെയാണ്. ആരോരും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് വന്ന ഒരു ചെറിയ നാമ്പ്. ആ നാമ്പ് പെട്ടെന്നിതാ വളർന്നു വളർന്നു പടർന്നു പന്തലിച്ചു, ആകാശം മുട്ട വളർന്നു, ശാഖകളും ചില്ലകളും ഉപശാഖകളുമായി ആകാശം മുട്ട പടർന്നു പന്തലിച്ചൊരു വടവൃക്ഷമായി. കൃഷിക്കാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ അത്ഭുതകരമായി വളർന്നു പടർന്നു പന്തലിക്കുന്ന അതേ ഒരു ചെടിയെ പോലെയാണ്, ഒരു വടവൃക്ഷത്തെ പോലെയാണെന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം മുഹമ്മദ് നബി കടന്നു വരുന്നതിന് മുമ്പ്, സ്വഹാബത്ത് പ്രവാചകനോടൊപ്പം ജീവിക്കുന്നതിന് മുമ്പ് 500 കൊല്ലം മുമ്പ് ഫലസ്തീൻ്റെ മണ്ണിലിരുന്നു കൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് ഖുർആൻ പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, മുഹമ്മദ് നബിയും പ്രവാചകന്റെ കൂടെയുള്ള ആളുകളും അവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തത് വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിൻഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമാ. ഇത്രയും ഉന്നതമായ പ്രവാചകന്മാരുടെ നാവുകൊണ്ട് സ്തുതിക്കപ്പെട്ട, മദ്ഹ് പറയപ്പെട്ട അവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ വിശദീകരിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ, ആ വ്യക്തിത്വങ്ങളാണ് ഉത്തമരായ റസൂലുള്ളാഹിയും റസൂലുള്ളാഹിയുടെ സ്വഹാബത്തും. നബിയോട് പോലും അല്ലാഹു പറഞ്ഞത് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശി يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഓ മുഹമ്മദ് നബിയെ, സ്വഹാബത്തിനെ വിട്ട് നിങ്ങൾ പോകരുത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വല്ലശി യുരീദൂന വജ്ഹ, അള്ളാഹുവിൻ്റെ വജ്ഹ് കൊതിച്ചുകൊണ്ട് പ്രഭാത പ്രദോഷങ്ങളിൽ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ സ്വഹാബത്തിനെ വിട്ടുകൊണ്ട് അങ്ങ് വേറെങ്ങോട്ടും പോകരുത്. വസ്ബിർ നഫ്സക്, നബിയെ അവരുടെ കൂടെ അങ്ങ് ക്ഷമിച്ച് സഹിച്ച് കഴിച്ചു കൂട്ടണേ. നാട്ടിൽ വലിയ പ്രമാണിമാരുണ്ടാകും, അടിഞ്ഞാടുന്ന മനുഷ്യരുണ്ടാകും, അതേ നാടിനൊപ്പം നടക്കുന്ന ആളുകളുണ്ടാകും. അത്തരം ആളുകളെ കാണുമ്പോൾ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ദുനിയാപ്രേമികളായ മനുഷ്യരുടെ അട്ടഹാസങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ ആർഭാടം കണ്ടുകൊണ്ട് അങ്ങോട്ടൊരിക്കലും നബിയെ തിരിഞ്ഞു പോകരുത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹാ, അല്ലാഹുവിനോട് ദുആ ചെയ്തു കഴിയുന്ന സ്വഹാബത്തിന്റെ കൂടെ നബിയെ നിങ്ങൾ ക്ഷമിച്ചു കഴിച്ചു കൂട്ടൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം വിളിച്ചുപദേശിക്കുകയാണ്. വിളിച്ചുപദേശിക്കുന്നു മാത്രമല്ല, അല്ലാഹുവിന്റെ ഖൽബിനെ നന്നാക്കി എന്നാ പറഞ്ഞത്. അവരുടെ ഖൽബിൽ വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും,
അള്ളാഹു അലങ്കരിച്ച ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയമെന്നാണ് ഖുർആൻ അവരെ സംബന്ധിച്ച് പറഞ്ഞത്. ഈമാൻ കൊണ്ട് അലങ്കരിച്ച ഖൽബിൻ്റെ ഉടമകളാണെന്നാണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജാമിയ കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ്? ഈ പ്രസ്ഥാനം കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ്? നമ്മൾ ഉൾക്കൊണ്ട ആദർശം കൊണ്ടുള്ള പ്രത്യേകത എന്താണ്? ഏതൊരു വഴിയാണോ നമുക്ക് ആവശ്യമുള്ളത്, ഏതൊരു വഴിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തുറന്നു തന്നത്, ആ വഴി കണ്ടെത്താനുള്ള മാർഗമാണിത്. ഈ ഇരുത്തം വെറുതെയല്ല, ഈ സംസാരം വെറുതെയല്ല, ഈ ജാമിയ വെറുതെയല്ല, അതുപോലെ തന്നെ ഈ ഇടപെടലുകൾ വെറുതെയല്ല. നേരെ മറിച്ച് ഇത് ഹംദ് പറയാനുള്ളതാണ്. ഇത് ഹംദ് പറയാനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ ആ കമാനം കടന്ന് കയറുമ്പോൾ മുഅ്മിനുകളായ ആളുകൾ പറയുന്നൊരു ഹംദുണ്ടല്ലോ. എന്താണ് ആ ഹംദ്? ഖുർആൻ പറഞ്ഞില്ലേ, ആ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന, അവർ കാണുന്ന വലിയ മനോഹരമായ വൃക്ഷത്തിൻ്റെ ചുവട്ടിലൂടെ ഒഴുകുന്ന ആ സുന്ദരമായ 2 നദിയിൽ നിന്ന് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ വനസഅനാ മാ ഫീ ഖുലൂബിഹിം മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല് തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ. പകയുടെ വിദ്വേഷത്തിൻ്റെ സർവ്വകനലുകളും അവരുടെ ഖൽബിൽ നിന്ന് അള്ളാഹു എടുത്തു കളയുകയാണ്. സ്വർഗവാസികളായ, സ്വർഗം കടന്നു കയറുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ടും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതുകൊണ്ടും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ അടിയാറുകൾക്ക് വേണ്ടി ഒരുക്കിയ നുസുലം മിൻ ഗഫൂരിർ റഹീം, മാലിക്കുൽ മുലൂക്കായ, ആകാശ ഭൂമണ്ഡലങ്ങളുടെ ഉടമസ്ഥനായ മാലിക് യൗമിദ്ദീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി വിരുന്നൊരുക്കുമ്പോൾ ആ വിരുന്ന് ഉണ്ണാൻ കടന്നു ചെല്ലുന്ന വിശ്വാസികളെ സ്വീകരിച്ചുകൊണ്ട് ആ സ്വർഗത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന നദിയിൽ നിന്ന് വെള്ളം അവർ കോരി കുടിക്കുമ്പോൾ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ല്, അവരുടെ ഖൽബിൽ പകഞ്ഞുകൂടിയ അഴുക്കിൻ്റെ ഭാഗമായ സർവ്വ പകയുടെ കനലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയുകയാണ്. ഏറ്റവും സുന്ദരമായ സമാധാനമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി അല്ലാഹു അവരെ സ്വാഗതം ചെയ്യുകയാണ്. ആ സ്വർഗത്തിൻ്റെ വാതിൽ കടന്നവർ ചെല്ലുമ്പോൾ അവർ പറയുന്നൊരു വാചകമുണ്ട്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതികളും, അല്ലാഹുവേ നിനക്കാകുന്നു സർവ ഹംദുകളും. ഈ ഹംദ് എന്തിൻ്റെ പേരിലാണെന്നറിയുമോ? അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, ഈ വഴി തന്നതിൻ്റെ പേരിലാണ്, ഹിദായത്ത് തന്നതിൻ്റെ പേരിലാണ്, ഈ വഴി കാട്ടി തന്നതിൻ്റെ പേരിലാണ്, ഈ അറിവിൻ്റെ പേരിലാണ്, ഇത് റിസാലത്തിൻ്റെ പേരിലുള്ള ഹംദാണ്, നുബുവത്ത് കാണിച്ചു തന്നതിൻ്റെ പേരിലുള്ള ഹംദാണ്, ഖുർആൻ തന്നതിൻ്റെ പേരിലുള്ള ഹംദാണ്, സിറാത്തുൽ മുസ്തഖീം അത് തന്നതിൻ്റെ പേരിലുള്ള ഹംദാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവേ, ഈ ഹിദായത്ത് നീ തന്നില്ലായിരുന്നെങ്കിൽ, ഇത് നീ കാട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് കണ്ടെത്തുവാനോ ഇതിലൂടെ നടക്കുവാനോ ഇതിലൂടെ ചരിക്കുവാനോ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നേരെ മറിച്ച് അല്ലാഹുവേ, ഈ വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്നതിൻ്റെ പേരിൽ നിനക്ക് ഹംദ് സമർപ്പിക്കുകയാണ് എന്ന് സ്വർഗകമാനത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഇടമാണ്, അതിനവസരം നൽകുന്ന ഇടമാണ്, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി തുറന്ന് തരുന്ന ഇടമാണ്. ഇതുപോലെയുള്ള ദീനീ സ്ഥാപനങ്ങൾ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന കേന്ദ്രങ്ങൾ, അറിവ് പ്രകാശിപ്പിക്കുന്ന ഇടങ്ങൾ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുക. ഈ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമ്പോൾ അതുവഴി നേട്ടമുണ്ടാക്കാൻ, ഉയർച്ചയുണ്ടാക്കാൻ, വളർച്ചയുണ്ടാക്കാൻ, നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആ റബ്ബ് ഒരുക്കുന്ന സ്വർഗമാണോ ഉദ്ദേശിക്കുന്നത്? റബ്ബിൻ്റെ സ്വർഗമാണോ കൊതിക്കുന്നത്? റബ്ബിനെ കണ്ടുകൊണ്ടുള്ള വാസമാണോ ആഗ്രഹിക്കുന്നത്? മയുരിദ് മുൽക്കൽ ജിനാനി فليدع عنه التواني وليكن في ظلمة الليل إلى نور القرآن. പാതിരാത്രികളിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ പ്രകാശത്തെ ഉള്ളിലേക്ക് കടത്തിവിടാൻ കഴിയണം. ആ ഖുർആൻ കൊണ്ട് അള്ളാഹുവിൻ്റെ കലാമുമായി സംസാരിച്ചു കൊണ്ടിരിക്കാൻ, അതിങ്ങനെ നാവിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ, മാലിക്കുൽ മുലൂക്കിൻ്റെ കലാമിന് അത് ഒരുവിധം തെറ്റും സംഭവിക്കാതെ, അതുപോലെ തന്നെ പോരായ്മകളില്ലാതെ, അതിൻ്റെ
നൂറ്, അതിൻ്റെ പ്രകാശം കൽബിലേക്ക് ഇറങ്ങുന്ന രൂപത്തിൽ പാതിരാത്രികളിൽ പോലും ചെലവഴിച്ചുകൊണ്ട് ഖുർആനുമായി ഇടപെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് ഇതാ പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലേക്ക് പടിവാതിക്കലേക്ക് വന്നു നിൽക്കുമ്പോൾ വല്യസിൽ സൗമം ബിസൗമിൻ ഇന്ന ഹാദൽ ഐശ ഫാനി, പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പരമാവധി അത് എടുത്തണിയണം, പരമാവധി അത് ഉപയോഗിക്കണം. ഈ ദുനിയാവിൽ നമുക്കുണ്ടെന്ന് പറയുന്ന എന്തെല്ലാം വിഭവങ്ങളായാലും, എന്തെല്ലാം ആണെങ്കിലും, ഏതെല്ലാം തരത്തിലുള്ളതാണെങ്കിലും, എത്ര ഗംഭീരമെന്ന് പറഞ്ഞാലും ദുനിയാവാണോ ഇന്ന ഹാദൽ ഐശ ഫാൻ, ഈ ദുനിയാവിലെ ജീവിതം നശിക്കാനുള്ളതാണ്, തീർന്നു പോകുന്നതാണ്, ഇല്ലാതാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കണം, അള്ളാഹുവിൻ്റെ കൂടെ റബ്ബിൻ്റെ സമീപത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ സ്വർഗ്ഗം ഉണ്ടല്ലോ. മഹദിയായ അതേ ഫറോവയുടെ ഭാര്യ ദുആ ചെയ്തതുപോലെ, അവർ പ്രാർത്ഥിച്ചതുപോലെ, അവർ കൊതിച്ചതുപോലെ, എന്താ അവർ പ്രാർത്ഥിക്കുന്ന റബ്ബിനോട്? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ എനിക്കിടം തരണേ അല്ലാഹ്, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഇടം തരണേ അല്ലാ എന്ന് ഫറോവയുടെ ഭാര്യ ദുആ ചെയ്യുമ്പോൾ കൈകാലുകളിൽ ആണിയടിച്ച്, കാലുകളിൽ ആണിയടിച്ച്, നെഞ്ചത്ത് ആണിയടിച്ച്, ശരീരഭാഗങ്ങളിൽ ആണിയടിച്ച് മൃതപ്രാണനായി അതേ ഒരു കുരിശിൽ കിടന്നുകൊണ്ടാണ് മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുന്നത്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ ദുനിയാവിൽ ഫറോവയുടെ കൊട്ടാരത്തിൽ സർവ്വസുഖലോലുപതകളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവസരം നൽകപ്പെട്ടയാളാണു ഞാൻ. അത്ഭുതം സൃഷ്ടിച്ച, വിരൽ തുമ്പുകൾ കൊണ്ട് വിറപ്പിച്ച, അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ച് ലോകാത്ഭുതങ്ങൾ തീർത്ത, പിരമിഡുകൾ തീർത്ത ഫറോവയുടെ പത്നിയായി ജീവിക്കാൻ അവസരം കിട്ടിയവളാണു ഞാൻ. അതേ സ്വർണം തീർത്തത്, സ്വർണം കൊണ്ട് തീർക്കപ്പെട്ട, സ്വർണം കൊണ്ട് ഇതാ പണിതുയർത്തപ്പെട്ട കൊട്ടാരങ്ങളിൽ വസിക്കുവാൻ അവസരം നൽകപ്പെട്ട ഞാൻ ഇതാ എന്ന് അല്ലാഹുവേ നിന്നിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ, തൗഹീദ് ഉൾക്കൊണ്ടതിൻ്റെ പേരിൽ കിരാതനായ ഫറോവയുടെ കരുണയില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട് കൈകാലുകളിൽ ആണിയടിച്ച് കിടക്കുമ്പോൾ അല്ലാഹുവേ ഒരു നേരം ഞാൻ തൗഹീദ് മാറ്റി വെച്ചിരുന്നെങ്കിൽ, അല്ലാഹുവേ ദുനിയാവ് ഞാൻ കൊതിച്ചിരുന്നെങ്കിൽ, ഈ ദുനിയാവിൽ നിന്ന് ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഫറോവയുടെ പത്നിയായി കൊട്ടാരത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അവസരമുണ്ടായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിവെക്കുന്നതും, ഈ കുരിശിൽ ചോരയൊലിപ്പിച്ച് ഞാൻ കിടക്കുന്നതും എൻ്റെ മനസ്സൊന്ന് കൊതിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആ കൊതി എന്താണ്? റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ ഇടം വേണം അല്ലാ, നിന്റെ അടുക്കൽ വീട് വേണം അല്ലാ. അതുകൊണ്ടാണ് ആയത്തിന് വ്യാഖ്യാനം എഴുതിയ മഹത്തുക്കൾ പറഞ്ഞത് ഫഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ, അല്ലാഹുവേ സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണമെന്നല്ല മഹദി പറയുന്നത്, നേരെ മറിച്ച് റബ്ബി ബിനിലി ഇൻദക, അല്ലാഹുവേ നിന്റെ അടുക്കൽ എനിക്കൊരുക്കണം അല്ലാ, നിന്റെ അടുക്കൽ എനിക്ക് വീടൊരുക്കണം അല്ലാ, നിന്റെ അടുക്കൽ എനിക്ക് വീടൊരുക്കണം അല്ലാ. അതുകൊണ്ടാണ് ഫഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ, വീടിന് മുമ്പ് അവർ തിരഞ്ഞെടുത്തത് അയൽവാസിയാണ്, റബ്ബിൻ്റെ ചാരത്ത് റബ്ബിനെ കണ്ടുകൊണ്ട് കഴിയണമെന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഈ ജാമിയുടെ സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഇവിടെ പഠിക്കുന്ന, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, മറ്റൊരുപാട് സൗകര്യമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ താല്പര്യത്തോടെ ഇവിടെ ഓടിയെത്തിയ, ഇവിടെ ആ അള്ളാഹുവിൻ്റെ ദീൻ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാട് വിട്ട് വന്ന് ഇവിടെ താമസിക്കുന്ന പുന്നാര മക്കളെ, നെഞ്ചത്ത് കുറിച്ചു വെക്കുക ഈ വാചകം. ആ ദുനിയാവിൻ്റെ പളപളപ്പിൽ ജീവിക്കുവാൻ അവസരം കിട്ടിയിട്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, റബ്ബിനെ കൊതിച്ചുകൊണ്ട് മഹദി പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗത്തിൽ നിന്റെ അടുക്കൽ എനിക്കിടം തരണേ അല്ലാ, നിന്റെ അടുക്കൽ എനിക്ക് വീട് തരണേ അല്ലാ എന്ന് റബ്ബിനോട് നിരന്തരമായി കൊതിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ കണ്ടു ജീവിക്കുകയാണെങ്കിൽ അവർക്കാണ് അല്ലാഹ് പറഞ്ഞത് ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബാ, ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബാ, ഫലനുഹിയന്നഹു ഹയാത്തുൻ ത്വയ്യിബാ. ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും സുന്ദരമായ ജീവിതം നാം അവർക്കൊരുക്കി വെക്കും. അള്ളാഹുവിനെ സ്വീകരിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെക്കും.
തൗഹീദുള്ളവന് വേണ്ടി ഒരുക്കി വെക്കും, തൗഹീദിന്റെ പ്രചാരകന് വേണ്ടി ഒരുക്കി വെക്കും, തൗഹീദിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവന് വേണ്ടി ഒരുക്കി വെക്കും, തൗഹീദിന്റെ വാഹകർക്ക് വേണ്ടി ഒരുക്കി വെക്കും. അതുകൊണ്ട് അടിയന്തരമായും മനസ്സിലാക്കണേ, മറ്റുള്ള എല്ലാത്തിനേക്കാളും അപ്പുറം അള്ളാഹുവിൻ്റെ പ്രകാശമായ ഈ നൂറുണ്ടല്ലോ, ഈ അറിവുണ്ടല്ലോ, അതിനെ ആവാഹിച്ചുകൊണ്ട് നാളെ സ്വർഗം പുൽകാൻ നമുക്ക് കഴിയും. ജാമിഅ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് സ്വർഗം തീർക്കാൻ കഴിയും, ഈ ഇടത്തിൽ നമുക്ക് സ്വർഗമുണ്ടാക്കാൻ കഴിയും. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, യാത്ര ചെയ്തു പോയ ഒരു കുടുംബം, യാത്ര പോയ ഒരു കുടുംബം, അവർ നാട്ടിലല്ല, വിദേശത്താണ്. അതേ, ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ സൗകര്യങ്ങളുള്ള ദുബൈ തെരുവിൽ ജീവിക്കുവാൻ അവസരം കിട്ടിയവരാണ്. ആ ദുബൈയുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ കണ്ട് പോയ ഒരു കുടുംബം, 4 മക്കളാണ്. ഇതാ പെട്ടെന്നൊരു അപകടത്തിൽ വേർപെട്ടു പോയത്. ഒരു സുപ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായി വന്നുപെട്ട അപകടം, ആ അപകടം തൻ്റെ വാഹനത്തിലേക്ക് വന്നു പതിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉപ്പ ഇതാ കണ്ണു തുറന്ന് ചുറ്റും നോക്കുമ്പോൾ, ആ ഉമ്മ ഇതാ കണ്ണു തുറന്ന് ചുറ്റും നോക്കുമ്പോൾ ചോരയൊലിച്ച് കിടക്കുന്ന മക്കളാണ്. ഇതാ അതിൽ നിന്ന് ഓരോരുത്തരായി ഉപ്പയോട് ഇതാ വിട പറഞ്ഞു പോകുന്നു, ഉമ്മയോട് വിട പറഞ്ഞു പോകുന്നു. 4 മക്കളും വേർപിരിഞ്ഞു പോകുന്നു. 4 ആളുകളും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നു. റബ്ബ് കൊടുത്തത് റബ്ബ് തിരിച്ചെടുക്കുന്നു. ആ ഉപ്പയും ഉമ്മയും ഇന്നിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ അള്ളാഹുവിന് ഹംദ് പറയുകയും അള്ളാഹുവിനോട് ഇസ്തിർജാ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് സ്വർഗമാണ്. 4 മക്കൾക്ക് പകരം റബ്ബ് ആ മക്കളോടൊപ്പം സ്വർഗത്തിൻ്റെ കമാനത്തിൽ അവരെ കാത്തു നിൽക്കുന്ന മക്കളെ അള്ളാഹു കൊടുക്കുകയാണ്. ആ ഉപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പിഞ്ചു മക്കൾ കാത്തു നിൽക്കുകയാണ്. അള്ളാഹു തന്നത് എടുത്തപ്പോൾ അള്ളാഹുവിന് ഹംദ് പറഞ്ഞ ഇസ്തിർജാ ചെയ്ത ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നാം അള്ളാഹുവിൻ്റെതാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, നമുക്കുള്ളത് അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്ക് മടങ്ങാനുള്ളവനാണെന്ന് ഇസ്തിർജാ കൊണ്ട് റബ്ബിലേക്ക് തിരിഞ്ഞ മനസ്സുകളാണെങ്കിൽ അവരെ കാത്തുകൊണ്ട് നാളെ ആഖിറത്തിൽ ആ 4 മക്കൾ സ്വർഗത്തിന്റെ കവാടത്തിൽ അവരെ കാത്തു നിൽക്കുകയാണ്. അവരെ കൈപിടിച്ചുകൊണ്ട് ഒരു വേള അവരുടെ ജീവിതത്തിൽ ആ ഉപ്പയുടെയും ഉമ്മയുടെയും ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ അവരെ ശിക്ഷിക്കുവാനുള്ള വിധിയുമായി പേപ്പറുമായി ഇവർ പോകുമ്പോഴും ആ ഉപ്പയുടെ കൈപിടിച്ചുകൊണ്ട് റബ്ബിനോട് വാദിച്ച്, ആ ഉമ്മയുടെ കൈപിടിച്ച് റബ്ബിനോട് വാദിച്ച്, എൻ്റെ ഉപ്പയെ എനിക്ക് വേണം, എൻ്റെ ഉമ്മ എനിക്ക് വേണമെന്ന് വാദിച്ചു നിൽക്കുന്ന 4 മക്കളെ നാളെ ആഖിറത്തിൽ അവർക്ക് ലഭിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ആ മക്കൾ കൊണ്ട് അവർ സ്വർഗം നേടുകയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ ആഖിറത്തിൽ ചെന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ആ സ്വർഗ കമാനത്തിൽ നിന്നുകൊണ്ട് വിളിക്കാൻ ആരാ ഉള്ളത്? എന്താ നമ്മൾ നേടിയത്? എന്താ നമുക്ക് നഷ്ടപ്പെട്ടത്? നല്ല ആരോഗ്യമുണ്ട് നമുക്ക്, പാടമുണ്ട് നമുക്ക്, പറമ്പുണ്ട് നമുക്ക്, ആരോഗ്യ ദൃഢഗാത്രരായ മക്കളുണ്ട് നമുക്ക്, എല്ലാവിധ സൗകര്യങ്ങളോടും ദുനിയാവിൽ ജീവിച്ച് തീർക്കുന്ന ആളുകളാണ് നമ്മൾ. ആ സ്വർഗം നേടാൻ, അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വർഗം നേടാൻ, ആ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള കവാനം തുറന്നു കിട്ടാൻ എന്താ നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം. എന്നിട്ട് ഈ അവസരങ്ങളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് ആളുകൾ നിരന്തരമായി നൽകുന്ന ഹദിയകൾ, അതുകൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹദിയകൾ ചെയ്യുന്ന ആ മനുഷ്യർ, നല്ല മനുഷ്യർ, അല്ലാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് നല്ല തലമുറകൾ ഇവിടെ ഉണ്ടാകണം. പള്ളി മെമ്പറുകളിൽ പ്രൗഢമായ ഇൽമിൻ്റെ പ്രകാശം ചൊരിയണം. വരുന്ന മനുഷ്യർ ആ സമൂഹത്തിൻ്റെ മനതലങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആശയതലങ്ങളെ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ മനുഷ്യനും കൊടുക്കുന്ന ഹദിയകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അത്തരം നന്മകൾ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ ഉപ്പമാരെ, ഉമ്മമാരെ, അവരുടെ കുട്ടുകുടുംബാദികളെ, മക്കളെ, തലമുറകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് മക്കൾ ഇവിടെ ഓടി നടക്കുന്ന മക്കൾ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിക്കുന്ന മക്കൾ, ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കുന്ന മക്കൾ, ഈ ജാമിഅയുടെ സന്തതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇൽമും ഫഹമും പ്രദാനം ചെയ്യുമാറാകട്ടെ. വരുന്ന തലമുറ നയിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉത്തരോത്തരം വളരുന്ന അതേ സ്വാലിഹുകളായ മക്കളാക്കി, നേതാക്കന്മാരാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെ വളർത്തി കൊടുക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിൽ വിജയിക്കുവാനുള്ള അവസരം അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ സമ്മേളനത്തിന്റെ സമാപനത്തിൽ അതേ ക്ഷമയോടെ അക്ഷമരായി ഗ്രൗണ്ടിലിരുന്ന് ഇതൊരു ഇൽമിന്റെ മജ്ലിസാണെന്നും അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ ചിറക് താഴ്ത്തുന്ന ഇടമാണെന്നും അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ പ്രത്യേകമായ പ്രാർത്ഥന ലഭിക്കുമെന്നും ആഗ്രഹിച്ചുകൊണ്ട്
ഇവിടെ ഇരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ പരിശ്രമം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ റബ്ബിൻ്റെ സ്വർഗ്ഗത്തിൽ ഇതുപോലെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളെ നാളെ സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം ഇണജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാടിനെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ സ്നേഹിതന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരു സലാം കൊണ്ടെങ്കിലും ജീവിതത്തിൽ കണ്ടുമുട്ടി ആരെല്ലാം ഉണ്ടോ അവരെ മുഴുവനും നാളെ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കണ്ടുമുട്ടാൻ, സന്തോഷത്തോടെ കണ്ടുമുട്ടാൻ അല്ലാഹു അവസരം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.